സിമ്പിളായിട്ട് ഈ പേപ്പറിൽ വരച്ച് ഇതേപോലെ മൊമെന്റോ നമുക്ക് ഇതേപോലെ തടിയിലാക്കി എടുക്കണം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഈ പേപ്പർ വരച്ചിക്കില്ലേ ആ വരയുടെ പുറത്തുകൂടെ നമുക്ക് ഇങ്ങനെ ഒരു പെൻസിൽ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനി ഇതേപോലെ കണ്ട ഒരു മൊനയുള്ള ഇതേപോലത്തെ ഒരു ബിറ്റ് എടുത്തിട്ട് ആ ബിറ്റിനെ കണ്ടിട്ട് നമുക്കൊരു പെൻസിൽ എന്ന രീതിയിൽ സങ്കല്പിച്ച് ഇതേപോലെ റോട്ടറി മെഷീൻ്റെ അകത്തിട്ട് നമ്മൾ ആ വരച്ച വരയില്ല ആ വരയുടെ പുറത്തുകൂടെ തന്നെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ ആ വരയുടെ പുറത്തുകൂടെ സിമ്പിൾ പരിപാടിയാണ് ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കഥകളി മെഷീനിലെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔട്ടർ ലൈന് ഇതേപോലെ കട്ടർ മെഷീൻ വെച്ച് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഈ മാറ്റർ ഒട്ടിക്കാൻ വേണ്ടി ഒരു തടി വയ്ക്കും. അതിന് നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ഇതുപോലെ പേപ്പർ അടിച്ച് ഷാർപ്പാക്കി എടുക്കും. ഇത് സീലറെല്ലാം തേച്ച് നന്നായിട്ട് പേപ്പർ അടിച്ച് സ്മൂത്ത് ചെയ്ത് ഇതിനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. ഇതിനോട് തേക്കിന്റെ കളറ് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഇതിൽ നമുക്ക് മെലാമിന്റെ ക്ലിയർ അടിച്ചു കൊടുക്കാം. കഥകളി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ഫിനിഷിങ് കണ്ട ഇതാണ്. അപ്പൊ ഇത് മാത്രം നമ്മുടെ വേറെ പല മോഡൽസ് ഉണ്ട്. അപ്പോൾ കണ്ടില്ല, ഇതൊക്കെയാണ് നമ്മുടെ മോഡൽസ്. അപ്പോൾ ഇതേപോലെ മൊമെന്റോസ് വേണമെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ മുതലാളിയും തൊഴിലാളിയും ഞാൻ തന്നെ ആയതുകൊണ്ട് കുറച്ച് താമസം എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനും കിട്ടും വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ബൈ ബൈ.